മോർണിംഗ്. നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ എടുത്തിരിക്കുന്നത് പേരക്കിലയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഈ മരത്തിന് കൊയ്യക്കാമരം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഏറ്റവും കൂടുതലും തളിരിലകൾ മാത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നോക്കി മാത്രമാണ് പൊട്ടിച്ചെടുത്തത്. അതാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് അരഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് തളിരിലകൾ എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടുകൂടിയാണ്. പിന്നെ നമ്മൾ ഈ പേരക്കില എടുക്കാനുള്ള ചൂസ് ചെയ്യാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണത്. ഒന്നാമത് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഒട്ടുമിക്ക വീടുകളിലും ഞാൻ പേരക്ക ഇലം അതായത് പേരക്കമരം കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തത് വൈറ്റമിൻ ബിയും സിയും ഒക്കെ നല്ലപോലെ ഉണ്ട് പേരക്കയിലയിൽ എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തത് നമ്മുടെ സ്കാപ്പിലെ കൊളാജനൊക്കെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് നോർമലി ഈ പേരക്കിലത്താളി തേക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹെൽത്ത് ഫീലും, മുടി ഒന്ന് കനം വെക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇച്ചിരി നീളം വെക്കുന്ന പോലെ, അതായത് എൻ്റെ മുടി ഇച്ചിരി ചുരുണ്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ്, ഭയങ്കരമായിട്ടല്ല എന്നാലും ഇച്ചിരിയൊക്കെ. അപ്പോൾ അതൊന്ന് നിവരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കുറച്ച് സ്ട്രൈറ്റ് ഫീൽ കിട്ടാറുണ്ട്. പിന്നെ മുടി ഭയങ്കര ഹെൽത്ത് ആവുന്നു. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഞാനിത് ഇങ്ങനെ ജാറിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഒന്ന് പൊട്ടിച്ച് ഇത് കീറി ഇടുകയാണ് ചെയ്തത്. പിന്നെ അത്യാവശ്യം വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഒരുപാട് വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കുകയായിരിക്കും നല്ലത്. എനിക്ക് നമ്മളിപ്പോൾ വേറെ കുറുന്തോട്ടി അതുപോലെ തന്നെ ചെമ്പരത്തി താളിയൊക്കെ കുറച്ച് ഇച്ചിരി വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് മൊത്തം സെറ്റായിട്ടങ്ങ് നമുക്ക് ഒരേ പാകത്തിനാക്കി എടുക്കാൻ പറ്റും ആ ഒരു താളി മിശ്രിതം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇത് കുറച്ച് വെള്ളം മുകളിൽ കയറി നിൽക്കും. അത് ഇതിൻ്റെ ഇലയ്ക്കൊരു ഇച്ചിരി കനമുണ്ട്. പിന്നെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പ് എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുക. ഇത് ഒരു ലൈക്ക് ഒരു ഓയിലി ടെക്സ്ചർ അല്ലേ. ഓയിലി മീൻസ് വെള്ളമായിട്ട് ചേർന്നുള്ള ഒരു മിശ്രിതമായിട്ട് മാറുമല്ലോ അത്. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് വെള്ളത്തിന് താഴെ കിടക്കും. വെള്ളം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് പാകത്തിന് മാത്രം വെള്ളമിട്ട് അരച്ചെടുക്കുകയായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ ആ ചരയ്ക്കുന്ന സമയത്ത് കറണ്ട് പോയി. അപ്പോൾ ഈ പറയുന്ന പോലെ അതിലൊരു ചെറിയ ഇത് പറ്റിപ്പോയി. വെള്ളം കുറച്ച് മുകളിൽ നിൽക്കുന്ന പോലെ ശരിക്കും അരഞ്ഞു കിട്ടിയില്ല. ഇലകളൊക്കെ ഇതുപോലെ നിന്ന് നല്ലപോലെ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് നമ്മുടെ തലയിട്ടിയിലോട്ടും അതുപോലെ തന്നെ തലമുടിയിലോട്ടും ഇതിൻ്റെ ഒരു നീര് പെട്ടെന്ന് ഇറങ്ങും കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ താളിയും തേക്കുന്ന സമയത്തും ഒരു ജസ്റ്റ് ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ എടുത്തിട്ട് നമ്മുടെ തലയൊട്ടിയിലും അതുപോലെ തന്നെ മുടിയുടെ നീളത്തിലും മുടിയുടെ അറ്റത്തൊക്കെ ഒന്ന് തേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ആ ഒരു ഡ്രൈനെസ് നമുക്കങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട്. ഞാനിപ്പോൾ കേശമന്ത്ര ഹെയർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ സ്ഥിരം ഈ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ മുടിയുടെ നീളൻ വശത്തും ഒക്കെ ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ഈ നീളം ഭാഗത്തൊക്കെയും താളി തേക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആ ഡ്രൈനെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മളിങ്ങനെ തേച്ച് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ മുടിക്ക് വല്ല കെട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് കളയാനായിട്ട് പറ്റും കേട്ടോ. കാരണം താളി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ അങ്ങനെ നമുക്ക് കെട്ട് കളയുക എന്നുള്ളത് അത്ര പോസിബിളായ കാര്യമല്ല. അപ്പോൾ അത് കാരണം അങ്ങനെ. പിന്നെ അതുപോലെ എണ്ണ തേച്ച് അതേപോലെ തന്നെ സ്കാൽപ്പിലെ എല്ലാ ഭാഗത്തും ഞാൻ ഈ താളി പുരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേട്ടോ തേച്ചെടുക്കുന്നത്. മൊത്തം നമ്മൾ ആദ്യം ആ സ്കാർപ്പിലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. പിന്നെ മുടിയൊക്കെ ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ടിട്ട് തേക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ കാണിക്കാതിരിക്കുന്നത്. ജസ്റ്റ് ഇപ്പം ഇങ്ങനെ മൊത്തം നീളം വശത്തൊക്കെ തേക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഈ അരച്ചെടുത്തപ്പോൾ അതിൽ വെള്ളം കൂടുക എന്ന് വെച്ചാൽ ശരിക്കും അങ്ങോട്ട് അരഞ്ഞു കിട്ടിയില്ലല്ലോ ഇല. അതാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വിട്ടു പോകുന്നത്. അല്ലെങ്കിൽ ഇത്രയൊന്നും ഇങ്ങനെ ഇലകൾ വീണു പോകില്ല. ഐ മീൻ ആ ഒരു മിശ്രിതത്തിലെ കോണ്ടൻറ്റ് ഇങ്ങനെ നമ്മുടെ മേത്തിക്കൊന്നും ഇത്ര വീഴാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തേച്ചെടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ശൈലികളാണല്ലോ. എനിക്കിങ്ങനെ കേട്ടോ. ഞാൻ അത്യാവശ്യം സമയമൊക്കെ എടുത്ത് ഒരു ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ത്രോട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. 2-3 വട്ടമായി ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തു. പിന്നെ റീറെക്കോർഡ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കട്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല രീതിക്ക് തേച്ചെടുക്കുക കേട്ടോ. എനിക്ക് 10-20 മിനിറ്റ് കൂടുതലൊക്കെ വേണ്ടി വരാറുണ്ട് കേട്ടോ താളിക്കുമ്പോൾ. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ആസ്വദിച്ച് താളിയൊക്കെ തേക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അത് തേക്കുമ്പോൾ എണ്ണ പിന്നെ അത്ര സമയം എടുക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഡെയിലി എണ്ണ തേക്കുന്നതാണല്ലോ. താളി അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലപോലെ ആസ്വദിച്ച് മുടിയൊക്കെ ഭയങ്കര സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് തേച്ചെടുക്കാറ്. പിന്നെ
ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുള്ളിയൊക്കെ ഇടാം കേട്ടോ. ഈ പേരക്കയില മാത്രമല്ല, നമ്മളിപ്പോൾ 7 days 7 items എന്ന് കാണിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പേരക്കയുടെ ഒപ്പം നമുക്കൊരു ചെറുള്ളിയുടെ കഷ്ണം ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ചരയ്ക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ നമുക്ക് വൈകിട്ട് വേണമെങ്കിൽ ഉലുവ കുതിർക്കാൻ വെച്ചിട്ട് ആ ഉലുവയും കൂടി തേക്കാം. ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഇതിൻ്റെ ഒപ്പിട്ട് അരച്ച് തേക്കാം. പിന്നെ അതൊക്കെ ഉലുവയും ഉള്ളി എന്ന് പറയുന്നത് കുറച്ചും കൂടി തണുപ്പ് കൂടിയ ഐറ്റംസാണ്. അപ്പോൾ നമ്മുടെ തണുപ്പ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ ഹെൽത്ത്, നമ്മുടെ ടോട്ടൽ ഹെൽത്ത് നോക്കിയിട്ട് മാത്രം എപ്പോഴും നമ്മൾ ഈ പറയുന്ന താളിയൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെപ്പോഴുള്ളൊരു സ്വഭാവമാണ് കേട്ടോ, അങ്ങനെ നമ്മൾ താളിയൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടിയിൽ കുറച്ച് നേരമൊക്കെ ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അതിനായിട്ട് ഞാൻ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നടക്കും കേട്ടോ. അത് ചെരുപ്പിടാതൊക്കെ. എനിക്കിങ്ങനെ സ്പിരിച്വാലിറ്റി ഇതിലൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ റൂട്ട് ചക്ര നമ്മുടെ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ചെരുപ്പിടാതെ നമ്മൾ സാധാ പച്ചമണ്ണിൽ കൂടെ നടക്കണം നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നടക്കുമല്ലോ, അതിലും കൂടി ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. മുടി പിന്നെ നമ്മൾ അത്യാവശ്യം എപ്പോഴും മുടിക്ക് നമ്മൾ ഇത് മുടിയുടെ നമ്മുടെ സ്കാൽപ്പിൽ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ.